1978 ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള അഭയാർത്ഥികൾക്കായുള്ള ഹൈക്കമ്മീഷൻ ഓഫീസിൽ ജോലിക്ക് ചേർന്ന ശശി തരൂർ ലോക വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ ഉപദേശകനുമായിരുന്നു. പിന്നീട് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറലായി ജോലി ചെയ്തു. 2006 ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്കുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ കഴിവുകൾക്കുള്ള അംഗീകാരമായിരുന്നു. ഹക്കീം ഖാൻ അവാർഡ്, സാക്കിർ ഹുസൈൻ അവാർഡ് എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. വലിയ രാജ്യാന്തര പദവികൾ ഉപേക്ഷിച്ചാണ് തന്റെ വേരുകൾ തേടി അദ്ദേഹം കേരളത്തിലെത്തിയത്. തന്റെ നാടിനും നാട്ടുകാർക്കും പ്രയോജനകരമായി പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെയും കാരണം. പല കൂട്ടും പറയുന്നത് ഞാൻ വെളിയിൽ നിന്ന് വന്ന ആളാണെന്ന്. പക്ഷേ ഞാൻ പല മലയാളികളെ പോലെ വെളിയിൽ ജോലി ചെയ്യാൻ പോയതാണ്. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ വേറെ ഏത് പാസ്പോർട്ടും എടുത്തിട്ടില്ല. എന്റെ കയ്യിൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇന്ത്യൻ പാസ്പോർട്ടേ ഉള്ളൂ. ആ ഇന്ത്യൻ പാസ്പോർട്ടിൽ എന്റെ പെർമനന്റ് അഡ്രസ്സ് കാട്ടുന്നത് എന്റെ 200 വർഷം മുമ്പിലത്തെ തറവാട് വീട് പാലക്കാടിലത്തെ എലഞ്ചേരി ഗ്രാമത്തെ വീടാണ്. പക്ഷേ ഐക്യരാഷ്ട്രസഭ വിട്ട ശേഷം ഞാൻ പാലക്കാടും വിട്ടിട്ട് ഒരു തിരുവനന്തപുരംകാരനായി. ഞാൻ ആദ്യം ഇവിടെ വന്നു, ഒരു ചെറിയൊരു അക്കാഡമി തുടങ്ങി ഇംഗ്ലീഷിനെ പഠിപ്പിക്കാൻ, അതിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു വീടെടുത്തു തിരുവനന്തപുരത്ത്. എന്റെ അമ്മ ഇവിടെ സ്ഥിരം താമസമാണ്. ഇനി എന്റെ റെസിഡൻസിയും എന്റെ റേഷൻ കാർഡും ഒക്കെ ഇവിടെയാണ്. ഞാൻ പല തിരുവനന്തപുരത്തുകാരെ പോലെ നിങ്ങളെ പോലെ 16 തീയതി ഏപ്രിൽ ഞാൻ നിങ്ങളോടൊപ്പം ഇറങ്ങിയിട്ട് ഞാൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് കൊടുക്കും. ഐക്യരാഷ്ട്രസഭയിൽ 29 വർഷം ജോലിയെടുത്തുന്ന ശരിയാണ്. ലോകം മുഴുവൻ നടന്നിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഓരോരോ എയർ കണ്ടീഷൻഡ് ഓഫീസിലോ അങ്ങനെയുള്ള സുഖിച്ചാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നു. ഞാൻ എടുത്തെടുപ്പ ആദ്യത്തെ 11 വർഷം റെഫ്യൂജീസിന് വേണ്ടിയിട്ട് ഞാൻ ജോലി എടുത്തു. റെഫ്യൂജീസ് പറഞ്ഞ അഭയാർത്ഥികൾ എല്ലാ വീടും കുടുംബവും ജോലിയും നാടും വിട്ടുപോയി ഒന്നുമില്ലാത്തവരെയാണ് ഞാൻ സഹായിക്കാൻ ശ്രമിച്ചത്. അവർക്ക് വേണ്ടി സർക്കാരിന്റെ ഒപ്പം നെഗോസിയേഷൻ ചെയ്യണം. അതൊരു ഒരു ജോലിയായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടി ക്യാമ്പ് നടത്തലും ക്യാമ്പിൽ പോയിട്ട് അവരുടെ സൗകര്യങ്ങൾ നോക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവർക്കൊരു പുതു ജീവിതം തുടങ്ങിപ്പിക്കാനുമായിരുന്നു എന്റെ കടമ. നമുക്ക് ജോലി മാത്രമല്ല, വികസനം മാത്രമല്ല, ഒരു കാഴ്ചപ്പാടുണ്ട്. എന്റെ മനസ്സിൽ തിരുവനന്തപുരം ഒരു ലോകനഗരമാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം, വികസനം, അത് മാത്രമല്ല ഈ 21ാം നൂറ്റാണ്ടിലത്തെ പല പുതിയ കാര്യങ്ങളും പഠിപ്പും അറിവും തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. ഈ നഗരത്തിനെ, നമ്മുടെ കേരളത്തിനെ അഭിമാനമാക്കാൻ സാധിക്കും. അത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കും. തിരുവനന്തപുരം ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം കേരളത്തിന്റെ സൽപ്പേരും കേരളത്തിന്റെ അഭിമാനവും പ്രവർത്തിച്ച എല്ലാ നിലകളിലും സ്വന്തം കഴിവുകളും സ്വന്തം പ്രവർത്തന പരിചയവും തെളിയിച്ചിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരം പോലുള്ള കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ പ്രതികരിക്കുവാൻ എല്ലാ നിലയിലും അർഹനാണ്.